അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇന്ന് നമ്മൾ കൊപ്പത്താണുള്ളത്. ഇന്ന് നമുക്കിവിടെ ഒരു മൊത്തം ഒരു 1300 ആളുടെ പരിപാടിയാണ്. തലേ ദിവസം 300 ആൾക്ക് നെയ്ച്ചോറ് ചിക്കൻ കറി, പിറ്റേ ദിവസം 1000 ആൾക്ക് ചിക്കൻ ബിരിയാണി, പിന്നെ കുറച്ച് നാടൻ സാമ്പാർ ഉപ്പേരി, അങ്ങനെ കുറച്ച് നാടൻ, പിന്നെ ഒരു മുന്തിരിച്ചാർ, പിന്നെ ഒരു മുന്തിരി ജ്യൂസ്, വെൽക്കം ഡ്രിങ്ക്. അപ്പോൾ അതൊക്കെ ആയിട്ടുള്ളൊരു അടിപൊളി വീഡിയോ ആണ്. കറി മസാല, പെരിഞ്ജീരകം, ബിരിയാണി മസാല. നമ്മൾ ഉള്ളി നല്ല ആയതിനു ശേഷം, കറിക്കാവശ്യമുള്ള ഉള്ളി നല്ല ആയതിനു ശേഷം അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തു. ഈ തക്കാളി സബോളയും കൂടി നല്ലോണം ആയതിനു ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലതായി അതിൻ്റെ നടുഭാഗം മാറ്റുക. ചെമ്പിൻ്റെ നടുഭാഗം മാറ്റിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, അതിലേക്ക് ആവശ്യത്തിനുള്ള കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുത്ത് അത് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇത് അടിയിൽ തീൻ്റെ കത്തലിൻ്റെ ഇത് കാരണേ സ്പീഡിൽ നല്ല ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ആ മുളക് പൊടിയും മല്ലിപ്പൊടിയും കരിഞ്ഞ പിന്നെ കറിയുടെ ടേസ്റ്റ് മാറും. ആവശ്യത്തിന് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് റൈസിലേക്കുള്ള ഉള്ളി പൊരിക്കുകയാണ് കേട്ടോ. അണ്ടിപ്പരിപ്പ്, ഉള്ളി, മുന്തിരി. കറി നല്ലോണം മസാല ആയതിനു ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് മാഗി ക്യൂബ് ഇട്ടു. കറി നല്ലോണം തിളച്ചാൽ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. 80 കിലോ ചിക്കനാണ് ഇട്ടത്. ചിക്കനിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് പെരിഞ്ജീരകം, നമ്മൾ നേരത്തെ വറുത്ത് വെച്ച പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കറി മസാല ഇട്ട് കൊടുക്കുക. ഇത് ചിക്കൻ കറി താളിക്കാനുള്ള ഉരുളി വെച്ചിട്ടാണ്. ഉരുളിയിലേക്ക് ഇത് ചൂടായതിനു ശേഷം നമ്മളതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുള്ളി ഇട്ട് കൊടുത്തു. ഈ ചെറുള്ളി നല്ലോണം മൂത്ത അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് നമ്മൾ ചെറുള്ളി നല്ല ആയിട്ടുണ്ട്, ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ വേപ്പില ഇട്ട് കൊടുക്കുക. ഇത് കുറച്ചും കൂടി കറി മസാല നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ മസാലപ്പൊടി ഇട്ട് ചെറുള്ളി താളിച്ചതാണ്. കറി നമ്മൾ നല്ല കറിയിലേക്ക് ഒഴിച്ചെടുത്തു. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നല്ല മണവും. ഇതിപ്പോൾ നമ്മൾ 250 ആൾക്കുള്ള ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ചോറിനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ചോറിനുള്ള വീഡിയോ കാണാം.
അപ്പോൾ നമ്മുടെ തലേ ദിവസത്തെ നെയ്ച്ചോറ് ചിക്കൻ കറിയായി. ഇതിപ്പോൾ നമ്മൾ കല്യാണത്തിൻ്റെ വീഡിയോ കാരണം തലേ ദിവസത്തെയും പിറ്റേ ദിവസത്തെയും രണ്ടായിട്ടാണ് വീഡിയോ ഇടുക. അപ്പോൾ ഇന്നത്തെ ചിക്കൻ കറി നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട്, സലാഡ്. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ, നമ്മുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി അമർത്തുക. അപ്പോൾ ഇതിൻ്റെ കല്യാണത്തിൻ്റെ ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ.